ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ലോങ് കോളിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. എന്താണ് ലോങ് കോൾ? ഒരു അണ്ടർലൈൻ സെറ്റ് ഒരു നിശ്ചിത സ്ട്രൈക്ക് പ്രൈസിന് ഒരു എക്സ്പയറിക്ക് മുമ്പായിട്ട് വാങ്ങുവാനുള്ള അധികാരമാണ് കോൾ ഓപ്ഷൻ വാങ്ങി കൈവശം വെക്കുന്ന ആൾക്ക് കിട്ടുന്നത്. നമ്മളത് പഠിച്ചിട്ടുണ്ട്. ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു അട്രാക്ഷൻ വളരെ വലിയ രീതിയിലുള്ള ബെനിഫിറ്റിനുള്ള സാധ്യതകൾ ഉണ്ട്. പക്ഷേ ക്യാപിറ്റൽ ഫുള്ളും റിസ്കിലാണ് കിടക്കുന്നത്. ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് അൺലിമിറ്റഡ് അപ്സൈഡ് പൊട്ടൻഷ്യൽ. പ്രോഫിറ്റ് പൊട്ടൻഷ്യൽ ഈസ് അൺലിമിറ്റഡ് ആസ് എ പ്രൈസ് റൈസസ്. പ്രൈസ് അണ്ടർലൈൻ സ്റ്റോക്കിന്റെ പ്രൈസ് കൂടുന്നതനുസരിച്ച് പ്രൈസ് വർദ്ധിക്കും. ഒരു എക്സാമ്പിൾ നോക്കാം. ഇത് ഗൂഗിൾ ഫിനാൻസിൽ നിന്ന് നിഫ്റ്റിയുടെ 5 വർഷത്തെ ചാർട്ടാണ് ഇവിടെ നോക്കുന്നത്. ഈ 5 വർഷത്തിനിടയ്ക്ക് ഈ ഒരു നിഫ്റ്റി 50 ഇൻഡെക്സിന് ഈ രീതിയിലുള്ള ഒരു മൂവ്മെന്റ് ആണ് നടന്നിട്ടുള്ളത്. 96.33% ക്യാപിറ്റൽ അപ്രീസിയേഷൻ നടന്നിട്ടുണ്ട്. ഓരോ വർഷം ഈ രീതിയിലാണ് നടന്നിട്ടുള്ളത്. ആവറേജ് 14.43 ആണ്. കഴിഞ്ഞ ഈ 5 വർഷത്തെ മൊത്തത്തിൽ എടുക്കുമ്പോൾ ഒരു വർഷം 14.43യുടെ വർധനവാണ് ആവറേജ് നടന്നിട്ടുള്ളത്. ചില വർഷങ്ങളിൽ കുറവായിരുന്നു, ചില വർഷങ്ങളിൽ കൂടുതലുണ്ട്. പക്ഷെ ആവറേജ് ഒരു 15%-ത്തിനടുത്തുള്ള വർധന കണ്ടിട്ടുണ്ട്. അത് എക്സ്പെക്ട് ചെയ്ത് കൊണ്ട് ഒരു സ്ട്രാറ്റജി എടുക്കാൻ ആരെങ്കിലും തീരുമാനിച്ചാൽ ഇതിപ്പോൾ ജനുവരിയാണ്, ഡിസംബർ 2025 ഒരു കോൾ ഓപ്ഷൻ വാങ്ങാന്നുള്ള ചെയ്യാൻ സാധ്യമാണ്. അപ്പോൾ ഇപ്പോൾ മാർക്കറ്റിൽ വില 24,004 ആണ്. 24,000 കൂട്ടിയാൽ മതി. എന്നാലും 15% നമ്മൾ എക്സ്പെക്ട് ചെയ്താൽ 3,600 വർധനവാണ് പ്രതീക്ഷിക്കാൻ സാധ്യമായത്. 27,600 വരെ പോകാമെന്ന് വേണമെങ്കിൽ ആർക്കെങ്കിലും ഒരു അസംഷൻ എടുക്കാവുന്നേ ഉള്ളൂ. ഇത് ജസ്റ്റ് എഡ്യൂക്കേഷൻ മാത്രമാണ്, ഇതൊരു പ്രൊഡിക്ഷൻ അല്ല. 27,600 മുകളിൽ പോകും എന്ന് ഒരാൾ കരുതിയാൽ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ട്രാറ്റജി 27,000 അല്ലെങ്കിൽ 26,000 ആ രീതിയിൽ അതിന് താഴെയുള്ള സ്ട്രൈക്കുകൾ കോൾ ഓപ്ഷൻ വാങ്ങുക എന്നുള്ള. അങ്ങനെ വാങ്ങിക്കഴിഞ്ഞാൽ ആ സ്ട്രൈക്കിന് മുകളിൽ പോകുമ്പോൾ അത് വിൽക്കുവാനുള്ള ഒരു അധികാരം കിട്ടുകയും ആ വഴിക്ക് ആ കോൾ ഓപ്ഷന്റെ വാല്യൂ കൂടുകയും ചെയ്യും. ഇതാണ് സ്ട്രാറ്റജി. 27,000 ഇതാണ്. അവിടെ 704.50 ആണ് 75 ലോട്ടിന് ചോദിക്കുന്ന വില. ഒരു ലോട്ടിൽ 75 ഉള്ളത്. ഇത് റേറ്റ് ആണ് ചോദിക്കുന്നത്. സോ നമുക്ക് 25,000 നോക്കാം ഫോർ എക്സാമ്പിൾ. കാരണം 25 മുകളിൽ പോയി കഴിഞ്ഞാൽ ഈ 1581 പ്ലസ് ബാക്കിയുള്ള 25 മുകളിൽ എത്ര പോകുന്നുണ്ടോ അതിനകത്തുനിന്ന് ഇത് കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന അത്രയും ലാഭമായിരിക്കും. നമുക്ക് ചാർട്ട് വഴി ഒന്ന് നോക്കാം. നിഫ്റ്റി ഓപ്ഷൻസ് ഡിസംബർ 25, 25,000 കോൾ ഓപ്ഷൻ ബൈ. ഇങ്ങനൊരു ചാർട്ട് കിട്ടി. നിഫ്റ്റി ഡിസംബർ 25 24 എക്സ്പയർ ആകുന്ന 25,000 കോൾ ഓപ്ഷന് 1,576 രൂപ വെച്ച് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1581 ആണ് ചോദിക്കുന്നത്. അത്രയുമാണ് കൊടുക്കുന്നത്. ഇങ്ങനൊരു ചാർട്ട് നമുക്ക് കിട്ടുകയാണ്. ഇതൊരു ബുള്ളിഷ് സ്ട്രാറ്റജിയാണ്. ബുള്ളിഷ് മീൻസ് ഇൻഡെക്സിന്റെ വില മുകളിലേക്ക് പോയാൽ നമുക്ക് ലാഭം കിട്ടുന്ന സ്ട്രാറ്റജിയാണ് ബുള്ളിഷ് സ്ട്രാറ്റജി. സ്ട്രൈക്ക് 25,000 കോൾ ഓപ്ഷൻ ഇവിടെയാണ്. 25 സംതിങ് ഇവിടെയാണ്. ഈ കാണുന്നത് ഇവിടെയാണ് 25. 25 മുകളിൽ വന്നാൽ പിന്നെയും നഷ്ടം തന്നെയാണ്. കാരണം നമ്മൾ ഈ പ്രീമിയം കൊടുത്ത 1,18,000 രൂപ
ഇത്രയും ക്യാപിറ്റലാണ് ഇത് എടുക്കുവാനായിട്ട് ആവശ്യമുള്ളത്. ഇതിനകത്തുനിന്ന് കുറഞ്ഞുകൊണ്ടേയിരിക്കും, മീൻസ് നഷ്ടം കുറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ ലാഭത്തിലെത്തണമെങ്കിൽ 26,552 രൂപയിൽ എത്തണം. അതായത് ഇവിടെ കാരണം എന്താ? കാരണം ഈ പ്രീമിയം എമൗണ്ട് എത്രയാണോ അതുകൂടെ കഴിഞ്ഞിട്ടുള്ള ലെവലിൽ വെച്ചേ നമുക്ക് ലാഭം തുടങ്ങുകയുള്ളൂ. കാരണം നമ്മൾ പ്രീമിയം ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു, അത് തിരിച്ചു കിട്ടത്തില്ല. അത് ഓപ്ഷൻ സെല്ല് ചെയ്ത ആൾ കൊണ്ടുപോയി. അതിലുപരി കിട്ടുന്ന പോയിന്റിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു പോയിന്റിന് 75 രൂപ വെച്ച് നമുക്ക് കിട്ടും. 75 രൂപ എന്ന് പറയുമ്പോൾ 75 യൂണിറ്റിനകത്തുള്ള 75 ക്വാണ്ടിറ്റി. അപ്പോൾ അതിനെ 75 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് നമ്മൾ കണക്കാക്കുക. ഈ സ്ട്രാറ്റജി എക്സ്പയറിക്ക് മുമ്പ് തന്നെ ക്ലോസ് ചെയ്യാനുള്ള അവസരങ്ങളുണ്ട്. അങ്ങനെയാണെങ്കിൽ പ്രൈസ് കൂടുന്നതനുസരിച്ച്, ഇൻഡെക്സിന്റെ വില കൂടുന്നതനുസരിച്ച് പ്രീമിയത്തിന്റെ വിലയും കൂടാറുണ്ട്. കാരണം അതിനകത്ത് ഇംപ്ലൈഡ് വൊളാറ്റിലിറ്റി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വർധനവുകളുണ്ട്, ടൈം വാല്യൂ ഉണ്ട്, ഇതൊക്കെയുണ്ട്. പക്ഷെ ടൈം തീരുമ്പോൾ നമുക്ക് കിട്ടാനുള്ള കറക്റ്റ് ഇൻട്രിൻസിക് വാല്യൂവിൽ ഈ പൊസിഷൻ എത്തുകയും അത് എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ ഈ ചാർട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. ഫോർ എക്സാമ്പിൾ 15% ഈ സ്റ്റോക്ക് നേടിയാൽ, ഈ ഇൻഡെക്സ് എത്തിയാൽ നമുക്കൊരു 77,389 രൂപയാണ് ആ ദിവസം 24 ഡിസംബർ 2025 കിട്ടുക. ഓക്കെ, ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അൺലിമിറ്റഡ് അപ്സൈഡ് പൊട്ടൻഷ്യലാണ് നമ്മൾ കണ്ടത്. മുകളിലേക്ക് യാതൊരു രീതിയിലും പ്രോഫിറ്റ് റെസ്ട്രിക്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. 33% ഇൻഡെക്സ് വർദ്ധിച്ചാൽ ഒരു വർഷം കൊണ്ട്, അങ്ങനെ സംഭവിച്ചു കൂടായികയില്ലല്ലോ, സംഭവിച്ചാൽ 4,14,000 രൂപ കിട്ടും. നമുക്കത് വളരെ വലിയ ലാഭമാണ്. കാരണം 1,12,000 രൂപ മാത്രമേ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളൂ. ലിമിറ്റഡ് റിസ്ക് ആണ്. മാക്സിമം ലോസ് ഈസ് ലിമിറ്റഡ് ടു ദ പ്രീമിയം പെയ്ഡ്. എത്ര പ്രീമിയം നമ്മൾ കൊടുത്തിട്ടുണ്ടോ അതാണ് നമ്മുടെ മാക്സിമം ഇതിനകത്ത് നഷ്ടപ്പെടാൻ ചാൻസ് ഉള്ളത്. അതിൽ കൂടുതൽ പൈസ പോവില്ല. 1,18,000 കൊടുത്തിട്ടുള്ളത്. അത് ഇങ്ങോട്ട് സ്റ്റോക്ക് താഴെ പോയാൽ അല്ലെങ്കിൽ മുകളിലേക്ക് പോകാതിരുന്നാൽ അത്രയുമാണ് നമ്മുടെ നഷ്ടം. മൂന്നാമത്തെ കാര്യം ലിവറേജ് ആണ്. കൺട്രോൾ എ ലാർജ് പൊസിഷൻ വിത്ത് സ്മോൾ ഇൻവെസ്റ്റ്മെന്റ്. നിഫ്റ്റിയിലെ മൊത്തത്തിലുള്ള മൂവ്മെന്റ്, നിഫ്റ്റി മൊത്തം വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് ഏത് രീതിയിൽ മൂവ് ചെയ്താലും കിട്ടാൻ സാധ്യതയുള്ള ലാഭം ഇവിടെയും നമുക്ക് കിട്ടും. പക്ഷെ നമുക്ക് ഇത്രയും പൈസ ചിലവാക്കിയാൽ മതി. നിഫ്റ്റി മൊത്തം വാങ്ങണമെങ്കിൽ എത്ര രൂപ ചിലവാകും? 24,000 ഗുണം 75, അപ്രോക്സിമേറ്റ്ലി 18 ലക്ഷം രൂപ ചിലവാക്കേണ്ട സ്ഥലത്ത് നമ്മൾ അതിൻ്റെ 10% മാത്രമേ ചിലവാക്കുന്നുള്ളൂ, അല്ലെങ്കിൽ അതിലും കുറച്ചേ ചിലവാക്കുന്നുള്ളൂ. 1,18,000 നമുക്ക് ആ എക്സ്പോഷർ കിട്ടുന്നുണ്ട്. നിഫ്റ്റി വർദ്ധിച്ചാൽ എത്ര ബെനിഫിറ്റ് നമുക്ക് കിട്ടുമോ അത്രയും ബെനിഫിറ്റ് ഇവിടെയും നമുക്ക് കിട്ടും. പക്ഷെ ഇവിടെ ടൈം വാല്യൂവിൻ്റെ ഒരു വിഷയമുണ്ട്. പ്രീമിയം നമ്മൾ എക്സ്ട്രാ കൊടുക്കുന്നുണ്ട്. നാലാമത്തേത് ഫ്ലെക്സിബിലിറ്റിയാണ്. സ്പെക്യുലേറ്റ് ഓൺ പ്രൈസ് ഇൻക്രീസസ് വിതൗട്ട് ഓണിംഗ് അസെറ്റ്. അസെറ്റ് വാങ്ങാതെ തന്നെ അതിനകത്ത് നമുക്കൊരു സ്പെക്കുലേഷൻ നടത്താനുള്ള അവസരം ഇവിടെ കിട്ടുകയാണ്. ആ ഒരു ഫ്ലെക്സിബിലിറ്റി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഫ്ലെക്സിബിലിറ്റി അതുകൊണ്ട് ഉദ്ദേശിച്ചത് കുറഞ്ഞ ക്യാപിറ്റൽ മതി. ബാക്കിയുള്ള ക്യാപിറ്റൽ വേണമെങ്കിൽ നമുക്ക് മറ്റെന്തെങ്കിലും സ്റ്റോക്കിൻ്റെ കേസിലൊക്കെ നമുക്ക് ഡിപ്ലോയ് ചെയ്യാൻ പറ്റും. നമ്മുടെ സ്പെക്കുലേഷൻ കറക്റ്റ് ആണെങ്കിൽ നമ്മൾ വിൻ ചെയ്യും. അഞ്ചാമത്തെ കാര്യം, നോ ഒബ്ലിഗേഷൻ ടു എക്സിക്യൂട്ട്. നമുക്ക് ആവശ്യമില്ലെങ്കിൽ സ്റ്റോക്ക് വാങ്ങണ്ട. കാരണം നമ്മൾ ബൈ ആ ചെയ്തിരിക്കുന്നത്, ഓപ്ഷൻ ബൈ ആണ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ റൈറ്റ് ആണ് സ്റ്റോക്ക് വാങ്ങണോ വേണ്ടോ എന്ന് തീരുമാനിക്കാനുള്ളത്. പക്ഷെ സെല്ലേഴ്സിന്റെ കേസിൽ ആ ഒരു അഡ്വാൻറ്റേജ് ഇല്ല. ആറാമത്തെ കാര്യം, ടൈം ഡിക്കേ ആണ്. ഓപ്ഷൻസ് ലൂസ് വാല്യൂ ആസ് ടൈം എക്സ്പിറേഷൻ നിയർസ്. ഈ ഡേറ്റിനോട് അടുക്കും തോറും ഇതിനകത്തുള്ള വാല്യൂ കുറഞ്ഞുകൊണ്ടിരിക്കും. വാല്യൂ മീൻസ് ടൈം വാല്യൂ കുറഞ്ഞുകൊണ്ടിരിക്കും. ഇവിടെ കാണുന്നത് 25,000-ൻ്റെ അകത്ത് ഇവിടെ കാണുന്ന ഈ 1,581 എന്ന് പറയുന്നത് 100% ടൈം വാല്യൂ ആണ്. ഇവിടെ ഇൻട്രിൻസിക് വാല്യൂ ഇല്ല. ഈ മുകളിലേക്ക് നമ്മൾ നോക്കി 23,000-ൻ്റെ നോക്കിക്കഴിഞ്ഞാലും അവിടെ 24,000 വരെയുള്ള 1,000 രൂപയ്ക്ക് അടുത്ത് മാത്രമേ ഉള്ളൂ ഇൻട്രിൻസിക് വാല്യൂ. ബാക്കിയുള്ള 1,837 രൂപ ടൈം വാല്യൂ ആണ്. ഇത് ഇന്ന് നമ്മൾ ഒരു വർഷം എക്സ്പയറി ഉള്ള ഓപ്ഷൻസ് നോക്കുന്നതുകൊണ്ടാണ് ഇത് ഇങ്ങനെ കാണുന്നത്. ഒരു വർഷത്തിന് പകരം ഒരു മാസത്തേതാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ 30 ജനുവരി
30 ജാനുവരിയിലെ 24,000 നോക്കുകയാണെങ്കിൽ അവിടെ 390 രൂപയേ ഉള്ളൂ. ആ വ്യത്യാസം എത്രയാണോ അതിനാണ് ടൈം വാല്യൂ. അത് 30 ജനുവരി ഈ മാസം ഇനിയും 3 ആഴ്ചയും കൂടെ ഉള്ളൂ. അതുവരെ സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾക്ക് ഒരു ലിമിറ്റ് ഉണ്ട്. പക്ഷെ ഒരു വർഷമാകുമ്പോൾ അതിൽ കൂടുതൽ കാര്യങ്ങൾ സംഭവിക്കാം. അതിനെയാണ് ടൈം വാല്യൂ എന്ന് പറയുന്നത്. ആ ടൈം വാല്യൂ ഓരോ ദിവസം കഴിയുന്നതോറും കുറഞ്ഞുകൊണ്ടിരിക്കും. നമ്മൾ വാങ്ങിയ സാധനത്തിന്റെ വില കുറയുന്നത് നമുക്ക് നല്ലതല്ലല്ലോ. അതൊരു പ്രശ്നമാണ്, ശ്രദ്ധിക്കണം. പ്രീമിയം കോസ്റ്റ് ആണ് അധികം. സിഗ്നിഫിക്കൻറ്റ് കോസ്റ്റ് പൂർണ്ണമായിട്ടും നഷ്ടപ്പെടുവാൻ സാധ്യതയുള്ള ഒരു ക്യാപിറ്റലാണ് ഈ ചെയ്തിരിക്കുന്നത്. ഇത് പൂർണ്ണമായിട്ടും നഷ്ടപ്പെടാം ഈ മൂവ്മെന്റ് നടന്നില്ല എങ്കിൽ. മറിച്ച് 18 ലക്ഷം രൂപയ്ക്ക് എടുത്ത് മുടക്കി നിഫ്റ്റി തന്നെ മേടിച്ചു വാങ്ങിക്കഴിഞ്ഞാൽ ഏതെങ്കിലും രീതിയിൽ ETF വാങ്ങിയാൽ ആ എമൗണ്ട് പൂർണ്ണമായിട്ടും നഷ്ടപ്പെടാനുള്ള ചാൻസ് വളരെ കുറവാണ്. കാരണം നിഫ്റ്റി 0 പോയാലല്ലേ അത്രയും നഷ്ടപ്പെടത്തുള്ളൂ. ഏറ്റവും വലിയ 50 കമ്പനികളാണ് നിഫ്റ്റിയിലുള്ളത്. അതിൻ്റെ ഒരു വെയിറ്റേജ് അനുസരിച്ചാണുള്ളത്. അപ്പോൾ അതെല്ലാം കൂടെ പോകുന്ന ഒരു സാഹചര്യം ഒരു പക്ഷേ ഇല്ല എന്ന് തന്നെ കരുതേണ്ടി വരും. ആ ഒരു വ്യത്യാസം ഇവിടെയുണ്ടോ. ഇത് പൂർണ്ണമായിട്ടും നഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒരു ക്യാപിറ്റലാണ്. പ്രീമിയം കോസ്റ്റ് വളരെ വലുതുമാണ്, പൂർണ്ണമായിട്ടും നഷ്ടപ്പെടാം. 8ാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത്, വളരെ നല്ല രീതിയിലുള്ള ഒരു പ്രൈസ് മൂവ്മെന്റിലൂടെ നടന്നേ പറ്റുള്ളൂ. ഇവിടെ തന്നെ ഒരു വർഷം കൊണ്ട് 15% അധികം കടക്കണം. 15 പോരാ, അല്ലെ 15-അടുത്തെങ്കിലും വന്നില്ലെങ്കിൽ നഷ്ടം തന്നെയാണ്. 9ാമത്തെ കാര്യം, മാർക്കറ്റ് ടൈമിംഗ് റിസ്ക്. നമ്മൾ ഈ ഒരു സ്പെക്കുലേഷനാണ് ഇവിടെ നടത്തുന്നത്. ഇതിനകത്ത് തെറ്റുകൾ പറ്റാം. ഇങ്ങനെ മൂവ്മെന്റ് നടന്നില്ലെന്ന് വരാം. ഒരുപക്ഷെ ഇവിടെ ഒരു മൂവ് ചെയ്തു, നമ്മൾ പൊസിഷൻ ക്ലോസ് ചെയ്തില്ല, ലാഭത്തിൽ അതിനെയും വർദ്ധിക്കുമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ അപ്പോഴത്തേക്കും നവംബർ ഡിസംബർ കഴിഞ്ഞപ്പോഴത്തേക്ക് തിരിച്ചു വന്നു. അങ്ങനെ വേണമെങ്കിലും സംഭവിക്കാം, പൈസ നഷ്ടപ്പെടാം. ആ ഒരു റിസ്ക് ഉണ്ട് ടൈമിങ്ങിൻ്റെ. 10ാമത്തെ കാര്യം, വൊളാറ്റിലിറ്റി സെൻസിറ്റിവിറ്റി. വേഗ എന്ന് പറയുന്ന ഒരു ഐറ്റമാണ്. വൊളാറ്റിലിറ്റി കുറഞ്ഞാൽ മാർക്കറ്റിൽ, വൊളാറ്റിലിറ്റി കുറയുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കോമൺ ആയിട്ട് ഓപ്ഷൻസിന്റെ പ്രൈസിൽ ഉള്ള വില കുറയുന്നു എന്നർത്ഥം. കൂടുതൽ ആൾക്കാർ ഓപ്ഷൻ വാങ്ങാത്ത ഒരു സാഹചര്യം, അല്ലെങ്കിൽ വാങ്ങുന്നവർ കുറഞ്ഞ വിലയ്ക്ക് വാങ്ങുന്നു എന്തെങ്കിലും. കാരണം അവർക്ക് വൊളാറ്റിലിറ്റിയെ പറ്റിയുള്ള ആശങ്കകളൊന്നും ഇല്ല. അല്ലെങ്കിൽ നിലവിലുണ്ടായിരുന്ന ഹൈ വൊളാറ്റിലിറ്റി ടൈമിലാണ് നമ്മളിത് വാങ്ങിയതെങ്കിൽ വേറെ കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ ഓപ്ഷൻ പ്രൈസ് കുറഞ്ഞു പോകാറുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ നമ്മൾ വാങ്ങിയ സാധനത്തിന്റെ വില കുറയുന്ന സാഹചര്യമാണ്, നഷ്ടമാണ്. ഇത്രയും കാര്യങ്ങളാണ് അറിയേണ്ടത്. സോ അൺലിമിറ്റഡ് അപ്സൈഡ് പൊട്ടൻഷ്യൽ ഉണ്ട്, പക്ഷേ ലിമിറ്റഡ് റിസ്ക് ആണുള്ളത്. ടൈം ഡിക്കേയുടെ വളരെ വലിയ രീതിയിലുള്ള ഒരു ഡേഞ്ചറുണ്ട്. മാർക്കറ്റ് ടൈമിംഗ് നമുക്ക് കറക്റ്റ് എടുക്കാൻ ആർക്കും സാധ്യമല്ല. ഇത്രയും കാര്യങ്ങളാണ് ലോങ് കോളിനെ പറ്റി അറിയേണ്ടത്. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. ഹാപ്പി ഇൻവെസ്റ്റിംഗ്.